ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ 2 പ്രബന്ധങ്ങളാണ് റെഫറൻസായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആ 2 പ്രബന്ധങ്ങളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം. താല്പര്യമുള്ളവർ പരിശോധിക്കുക. കേരളത്തെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു വിദേശിയോട് നമ്മൾ കേരളത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ആ വിദേശിക്ക് ഇന്ത്യയെ അറിയാം, ഇന്ത്യയിലുള്ള ദാരിദ്ര്യത്തെക്കുറിച്ച് അറിയാം, ഇന്ത്യയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. പക്ഷേ കേരളത്തെക്കുറിച്ച് അദ്ദേഹം കാര്യമായിട്ടൊന്നും കേട്ടിട്ടില്ല. നമ്മൾ അദ്ദേഹത്തോട് കേരളത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. കേരളം എന്ന സംസ്ഥാനത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയാം. ഏറ്റവും കൂടുതൽ പത്രവായനയുള്ള ഒരു സംസ്ഥാനം. ഇന്ത്യയിലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 1ാം സ്ഥാനത്ത് വരുന്നത് ഈ സംസ്ഥാനമാണ്. കേരളത്തിൻ്റെ മെട്രിക്കുകൾ ഓരോന്നായിട്ട് നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കേൾക്കുമ്പോൾ ആ വ്യക്തി കരുതുക ഏതാണ്ട് യൂറോപ്പിന് തുല്യമായിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ടായിരിക്കും. ഇവിടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കില്ല, ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ടായിരിക്കും, ഒരുപാട് പണം ഇവിടെ നിന്ന് സമ്പാദിക്കാൻ സാധിക്കുമായിരിക്കും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ ആളോട് നമ്മൾ വേറെ ചില ഫാക്റ്റുകൾ കൂടി പറയുകയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉള്ളത് ഈ സംസ്ഥാനത്താണ്. 15 വയസ്സിനും 29 വയസ്സിനും ഇടയിൽ തൊഴിലില്ലാതെ നിൽക്കുന്ന യുവതി യുവാക്കളുടെ ശതമാനക്കണക്കെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ അത് 40%. ഓൾ ഇന്ത്യ ലെവലിലുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ അത് വെറും 21% മാത്രം. അതായത് ഇന്ത്യയിൽ എത്രമാത്രം തൊഴിലില്ലായ്മയുണ്ടോ അതിൻ്റെ 2 ഇരട്ടി തൊഴിലില്ലായ്മയാണ് കേരളത്തിലുള്ളത്. ഇത് ശരിക്കും വിചിത്രമായ ഒരു പ്രതിഭാസമാണ്. വിദ്യാഭ്യാസം കൂടും തോറും, ഡിഗ്രികൾ കൂടും തോറും തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം. കേരളം കാലങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വിചിത്രമായ പ്രതിഭാസത്തെക്കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണത്തെക്കുറിച്ചും അത് മറികടക്കാനുള്ള സൊല്യൂഷനെക്കുറിച്ചും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്കുകളിലേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിക്കുന്ന ചില ഫാക്റ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിലെ ഗ്രാമങ്ങളിൽ മൈക്രോ ലെവലിൽ നടത്തിയിട്ടുള്ള ഒരു ഗവേഷണ പഠനമുണ്ട്. ആ പഠനം അനുസരിച്ച് ഹയർ സെക്കൻഡറി വരെ ക്വാളിഫിക്കേഷനുള്ള ആളുകളിൽ 25% ആളുകൾക്കാണ് തൊഴിലില്ലാത്തത്. അതായത് ഹയർ സെക്കൻഡറി, അതായത് പ്രീ ഡിഗ്രി വരെ, അതുമല്ലെങ്കിൽ +2 വരെ പഠിച്ചിട്ടുള്ള ആളുകളുടെ കണക്കെടുത്താൽ അതിൽ 100 പേരെ എടുക്കുമ്പോൾ 25 പേർക്ക് തൊഴിലില്ല, 75 പേർക്ക് തൊഴിലുണ്ട്. ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ള ഗ്രാജുവേറ്റുകളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ 35% പേർക്ക് തൊഴിലില്ല. ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷനും കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ആളുകളുടെ കണക്കെടുക്കുമ്പോൾ 56% ആളുകൾക്കാണ് തൊഴിലില്ലാത്തത്. അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 പേർക്ക് തൊഴിൽ കാണില്ല, 5 പേർക്ക് മാത്രമേ തൊഴിൽ കാണത്തുള്ളൂ. തൊഴിലില്ലാത്തവരുടെ കണക്കെല്ലാം നമുക്കങ്ങ് മാറ്റാം, തൊഴിൽ ഉള്ള ആളുകളുടെ കണക്ക് മാത്രം എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ അവിടെ കുറേ കൂടെ ഞെട്ടിക്കുന്നൊരു കാര്യം മനസ്സിലാക്കാം. തൊഴിലുള്ളവരിൽ തന്നെ 56% പേർ ജോലി ചെയ്യുന്നത് അവർ പഠിച്ചതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത മേഖലയിലാണ്. അതുമാത്രമല്ല, അവർക്ക് അങ്ങനൊരു ജോലി ചെയ്യാൻ താല്പര്യവുമില്ല. അവർ ആഗ്രഹിച്ച് കിട്ടിയ ഒരു തൊഴിലല്ല, ജീവിക്കാൻ വേണ്ടി മാത്രം അവർ ജോലിക്ക് പോകുന്നു. കേരളത്തിൽ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ അതിൽ 60% പേരും സ്ത്രീകളാണ്, ബാക്കി 40% പേര് മാത്രമാണ് പുരുഷന്മാർ. ഇതിൽ തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന ഫാക്റ്റ് കൂടിയുണ്ട്. ഓരോ വർഷം കഴിയും തോറും ഈ തൊഴിലില്ലായ്മയുടെ റേറ്റ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ വർദ്ധിക്കുന്ന റേറ്റിലും സ്ത്രീകളാണ് ഒത്തിരി മുൻപിൽ നിൽക്കുന്നത്. 14% അവരുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൻ്റെ വർധനവ്. അതേസമയം പുരുഷന്മാരുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൻ്റെ വർധനവ് വെറും 2% മാത്രം. 2%ഉം 14%ഉം ഒക്കെ കേൾക്കുമ്പോൾ അതത്ര മാത്രമല്ലേ ഉള്ളൂ, അത് നിസ്സാരമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ പറയുന്നത് മൊത്തം ആളുകളുടെ ശതമാനത്തെക്കുറിച്ചല്ല, ഓരോ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വർധനവിനെക്കുറിച്ചാണ് പറയുന്നത്. 14%ഉം 2%ഉം. കേരളത്തിലെ ഈ ഒരു പാരഡോക്സിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കുറ്റക്കാർ ഇവിടുത്തെ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഇപ്പോൾ ജോലി അന്വേഷിച്ചു കൊണ്ട് നടക്കുന്ന ഉദ്യോഗാർത്ഥികളോ അല്ല. അവരെ പഠിപ്പിച്ച അവരുടെ അധ്യാപകരും അവരുടെ മാതാപിതാക്കളുമാണ്. അവർ കാലാകാലങ്ങളിലായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, പണം സമ്പാദിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കുക തന്നെ വേണം, നിരന്തരമായി നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, ഡിഗ്രി സമ്പാദിക്കുക, പോസ്റ്റ് ഗ്രാജുവേഷൻ സമ്പാദിക്കുക. അങ്ങനെ സമ്പാദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാം. അതുമാത്രമാണ് ഏക മാർഗം. അവിടെയാണ്
കേരളത്തിന് പിശക് പറ്റിയത്. ഇതിനെ തുടർന്ന് ഓരോ വർഷവും അനവധി പേരാണ് സ്വന്തമായിട്ട് ഒരു ഡിഗ്രി സമ്പാദിക്കുന്നത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വന്തമായി ഡിഗ്രിയുള്ള അനവധി പേർ കേരളത്തിലുണ്ടായി. അത് ഗണ്യമായി അങ്ങ് വർദ്ധിച്ചു. പക്ഷേ അതനുസരിച്ച് ഡിഗ്രി ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടിയിട്ടുള്ള ജോലികളുടെ എണ്ണം വർദ്ധിച്ചോ? ഇല്ല. വളരെ കുറച്ച് പേർക്ക് മാത്രം ഡിഗ്രി ഉള്ളതിൻ്റെ പേരിൽ ജോലി കിട്ടും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലികൾ കിട്ടും. ബാക്കി ബഹുഭൂരിപക്ഷം ആളുകൾക്കും കേരളത്തിൽ അങ്ങനൊരു ജോലി സ്വന്തമാക്കാനേ സാധിക്കില്ല. ഇതൊരു വലിയ പ്രതിസന്ധിയാണ് കേരളത്തിലുണ്ടാക്കിയത്. പ്രൈവറ്റ് കമ്പനികളൊക്കെ അങ്ങനെ വാതിലുകൾ കൊട്ടിയടച്ചപ്പോൾ ഇവർക്കെല്ലാം ആകെ ആശ്രയമായിട്ടുണ്ടായിരുന്നത് കേരള ഗവൺമെൻറ് നടത്തുന്ന PSC എക്സാമുകളാണ്. പിന്നെ ഇടയ്ക്കിടെ റെയിൽവേ നടത്തുന്ന എക്സാമുകളുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകളുണ്ട്, ബാങ്ക് ജോലിക്ക് വേണ്ടിയിട്ടുള്ള എക്സാമുകളുണ്ട്. ഇത്രയധികം ഡിഗ്രി സമ്പാദിച്ചിട്ടുള്ള ആളുകളെല്ലാം ആ എക്സാമിന് വേണ്ടി പഠിക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും അവിടെ വേക്കൻസി വളരെ കുറവാണ്. ജോലിയില്ലാതെ കണ്ടിന്യൂസ് ആയി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ലക്ഷക്കണക്കിനാണ്. അതിൽ വളരെ നിസ്സാരമായിട്ടുള്ളൊരു സംഖ്യയ്ക്ക് മാത്രമാണ് PSC ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ SSC ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? അവരുടെ സ്വപ്നങ്ങളെല്ലാം വീണ്ടും പൊടിതട്ടിയെടുത്ത് ആദ്യം മുതൽ പഠിക്കാൻ തുടങ്ങും അടുത്ത എക്സാമിന് വേണ്ടി. അങ്ങനെ അനവധി എക്സാമുകൾ എഴുതി കഴിയുമ്പോഴേക്കും അവർക്ക് നല്ല പ്രായമായിട്ടുണ്ടായിരിക്കും. അവർ ചിന്തിച്ചതുപോലുള്ള ഒരു ജീവിതം അവർക്ക് ഒരിക്കലും സ്വന്തമാക്കാൻ സാധിക്കില്ലെന്ന് അവർ വളരെ വേദനയോടുകൂടി ആ ഘട്ടത്തിൽ മനസ്സിലാക്കും. അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടായിരിക്കും. കേരളത്തിലെ സ്കൂളുകളിലും കലാലയങ്ങളിലും ഒക്കെയുള്ള സിലബസ് അതേപടി പഠിച്ച് ഡിഗ്രി പാസ്സായതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇവിടെ ഡിഗ്രിക്ക് എത്ര മാർക്ക് കിട്ടിയെന്നതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് നിങ്ങൾക്ക് എത്രമാത്രം സ്കില്ലുണ്ടെന്നുള്ളതാണ്. ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ നിങ്ങളുടെ പക്കലുണ്ടോ? അല്ലാതെ നിങ്ങൾ എത്രമാത്രം മാർക്ക് മേടിച്ചു എന്നതിന് ഇവിടെ ഒരു പ്രസക്തിയുമില്ല. അനവധി വിദ്യാർത്ഥികൾ അവരുടെ സിലബസിലുള്ള പാഠഭാഗങ്ങൾ കാണാതെ പഠിച്ച് എക്സാമിൽ വാരിക്കോരി മാർക്ക് സമ്പാദിക്കുന്നു. അങ്ങനെ മാർക്ക് സമ്പാദിക്കുന്നതിലൂടെ അവർക്ക് ഒരു രീതിയിലുള്ള സ്കില്ലും കിട്ടുന്നില്ല. നമുക്കൊരു ഉദാഹരണം എടുക്കാം. പ്രോഗ്രാമിംഗ് പഠിക്കുന്ന എൻജിനീയറിംഗ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BCA സ്റ്റുഡൻസ്, MCA സ്റ്റുഡൻസ്, ഇവർ പ്രോഗ്രാമിംഗ് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവർ പ്രധാനമായിട്ടും പഠിക്കുന്നത് അത് കാണാപ്പാഠമാണ്. എങ്ങനെയെങ്കിലും കോഡിങ് കാണാതെ പഠിച്ച് ലാബ് എക്സാമിൽ അത് അതേപടി അവിടെ എഴുതി വയ്ക്കാനാണ് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. ഇതെനിക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യമാണ്. നമ്മൾ എത്രമാത്രം കാണാതെ പഠിക്കുന്നതിനെതിരെ സംസാരിച്ചാലും അവർ ഒടുവിൽ എത്തിപ്പെടുന്നത് കാണാതെ പഠിക്കുക എന്ന് പറയുന്ന ഒരു ചോയ്സിലേക്കായിരിക്കും. കാരണം കാലാകാലങ്ങളായി അവർ പ്രോഗ്രാമിംഗ് ചെയ്തു വച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കുറേ കാര്യങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അത് എക്സാമിന് എഴുതി വെക്കാം. എക്സാമിന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നല്ല മാർക്കും കിട്ടും. പക്ഷേ അങ്ങനെയുള്ള ഒരു സ്കില്ലുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും ഒരു കമ്പനിയിൽ കയറിപ്പറ്റാൻ സാധിക്കില്ല. അവർക്ക് സ്വന്തമായിട്ട് ഒരു കോഡിംഗ് ഉണ്ടാക്കാൻ സാധിക്കണം. ഒരുപക്ഷെ അവരുണ്ടാക്കുന്ന കോഡിങ്ങിന് ഒരുപാട് അപാകത കാണും. ലാബ് എക്സാമിന് അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് പാർഷ്യലായിട്ടുള്ളൊരു ഔട്ട്പുട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. യൂണിവേഴ്സിറ്റി എക്സാമിന് കാര്യമായിട്ടുള്ള മാർക്ക് സമ്പാദിക്കാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ ആ തെറ്റാണെങ്കിൽ പോലും അവർ ചെയ്തിരിക്കുന്നത് അവരുടെ സ്വന്തം കോഡിംഗ് ആണ്. അവർക്ക് അങ്ങനെ സ്വന്തമായിട്ട് തെറ്റായിട്ടുള്ളൊരു കോഡ് ഉണ്ടാക്കാനുള്ള സ്കില്ലെങ്കിലുമുണ്ട്. അങ്ങനെയുള്ള സ്കില്ലുള്ളവരെയാണ് ശരിക്കും കമ്പനികൾക്ക് ആവശ്യമുള്ളത്. കാണാതെ പഠിക്കുന്നവരെ ഒരു കമ്പനികൾക്കും ആവശ്യമില്ല. ഇത് ഞാനൊരു ഉദാഹരണമായിട്ട് മാത്രം പറഞ്ഞാണ്. ഇത് എല്ലാ മേഖലകളിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പല ഡിഗ്രി കോഴ്സുകൾക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ജോലി ഇല്ല എന്നുള്ളത് മറ്റൊരു വാസ്തവം കൂടിയാണ്. ആ കോഴ്സുകൾ പഠിച്ചാൽ ചിലപ്പോൾ ഒരു അധ്യാപകനാകാൻ സാധിക്കുമായിരിക്കും. പക്ഷേ എത്ര പേർക്ക് ഒരു അധ്യാപകനാകാൻ സാധിക്കും? അധ്യാപകനാകാൻ സാധിക്കാതെ പോകുന്ന ആളുകളൊക്കെ പിന്നീട് എവിടെയാണ് എത്തിച്ചേരുന്നത്? അവർ പഠിച്ചതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ജോലിയായിരിക്കും അവർ ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് കേരളത്തിലെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. ഇവിടെ ഒരു കമ്പനി സ്ഥാപിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. കമ്പനി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ ആ സംസ്ഥാനങ്ങൾ ഒരു കമ്പനി സ്ഥാപിക്കുന്നത് പോലെയല്ല കേരളത്തിൽ വന്ന് ഒരു കമ്പനി സ്ഥാപിക്കുന്നത്. പ്രധാനമായിട്ടും ഇവിടെ ഒരു തുണ്ട് ഭൂമിക്ക് തന്നെ നല്ല വിലയാണ്. അങ്ങനെ വിലയൊക്കെ കൊടുത്ത് ആ സ്ഥലം നമ്മൾ അക്വയർ ചെയ്താലും അവിടെ ഒരു സ്ഥാപനം ആരംഭിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് തവണ സർക്കാർ ആഫീസുകൾ കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കണം. അതിനൊക്കെ ഒടുവിൽ വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും ഒരു കമ്പനി സ്ഥാപിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു കമ്പനി സ്ഥാപിച്ചാലും നിരന്തരമായിട്ടുള്ള സമരങ്ങളും നമ്മുടെ കേരളത്തിൽ പതിവാണ്.
അതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളും തമിഴ്നാട് പോലുള്ള തെലുങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിലേക്കാണ് ചേക്കേറുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ കൂടുതൽ യുവാക്കൾക്ക് തൊഴിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒടുവിൽ ഒരു രീതിയിലുള്ള തൊഴിലും കിട്ടാതെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള യുവജനങ്ങൾ അവർ നേരെ എയർപോർട്ടിലെ നീണ്ട ക്യൂവിൽ പോയി നിൽക്കും. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഗൾഫ് കൺട്രിയിലേക്ക് പോകും, അല്ലെങ്കിൽ UK പോലുള്ള രാജ്യങ്ങളിൽ പോയി അവിടെ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് അവിടെ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തി അവിടുത്തെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാൻ അവർ ശ്രമിക്കും. നിലവിൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അനവധി ആളുകൾ ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ തുടങ്ങിയതോടുകൂടി അവിടെയും കാര്യങ്ങൾ സെക്യൂർ അല്ലാതെയായി. അവിടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് അവിടെ ഒരു തൊഴിലും കണ്ടെത്താൻ സാധിക്കാതെ വിഷമത്തോടുകൂടി വലിയ ബാങ്ക് ലോണുകളുമായി മടങ്ങി കേരളത്തിലേക്ക് തന്നെ വരുന്ന ഒരുപാട് യുവാക്കൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. കേരളത്തിൽ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള എഡ്യൂക്കേഷനിസ്റ്റ്, ഒരു ഓൺട്രപ്രണറുണ്ട്, TR ഷംസുദ്ദീൻ. ഷംസുദ്ദീനും ഇതേ കാര്യങ്ങൾ തന്നെ ചിന്തിച്ചു. എന്തുകൊണ്ടാണ് കേരളത്തിൽ പഠിക്കുന്ന ആളുകൾക്ക് ജോലി കിട്ടാത്തത്? എന്തുകൊണ്ടാണ് അമേരിക്കയിൽ അനവധി പേർക്ക് തൊഴിൽ കിട്ടുന്നത്? അവിടുത്തെ തൊഴിൽ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി എങ്ങനെ സിലിക്കൺ വാലി മാറി? എങ്ങനെയാണ് കാലിഫോർണിയയിലെ സിലിക്കൺ വാലി ഇത്രയും പ്രശസ്തമായി മാറിയത്? ഇത്രയധികം സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുകയും അതൊരു വലിയ വിജയമായി മാറുകയും ചെയ്തത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങൾ എത്തിച്ചേർന്നത് കാലിഫോർണിയയിലെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയായ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഒട്ടുമിക്ക സ്റ്റാർട്ടപ്പുകളും സിലിക്കൺ വാലിയിൽ ഉദയം കൊണ്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ അവിടുത്തെ പ്രൊഫസേഴ്സ് ആയിരുന്നു, അവിടുത്തെ സിലബസ് ആയിരുന്നു. അവർ വെറുതെ പഠിപ്പിച്ച് കുറേ വിദ്യാർത്ഥികളെ പാസ്സാക്കി വിടുകയല്ല ചെയ്യുന്നത്. അവരുടെ അവസാന വർഷങ്ങളിലെ പ്രൊജക്റ്റുകൾ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കും. ആ പ്രൊജക്റ്റുകൾ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കും. അത് വെറുതെ ഒരു വർക്കിംഗ് പ്രോട്ടോടൈപ്പായിട്ട് മാറ്റുക മാത്രമല്ല ലക്ഷ്യം, അത് എങ്ങനെ വിപണിയിലെത്തിക്കാമെന്നാണ് ശ്രമിക്കുന്നത്. അതിന് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തും. ആ മേഖലയിൽ നിന്ന് തന്നെ, അതായത് സിലിക്കൺ വാലിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് തന്നെ അനവധി ലോക്കൽ ഇൻവെസ്റ്റേഴ്സിനെ ഓരോ സ്റ്റാർട്ടപ്പുകൾക്കും കിട്ടി. അങ്ങനെ സിലിക്കൺ വാലിയുടെ പല കേന്ദ്രങ്ങളിലായിട്ട് ആരംഭിച്ച അനവധി സ്റ്റാർട്ടപ്പുകളിലൂടെയാണ് ശരിക്കും അമേരിക്കയുടെ തലവര തന്നെ മാറിയത്. സിലിക്കൺ വാലി ലോകത്തിൻ്റെ നെറുകയിൽ എത്തിപ്പെട്ടത്. അവിടെ ഒരു ജോലി നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കുടുംബം അല്ലെങ്കിൽ വരാൻ പോകുന്ന തലമുറകൾ കൂടി രക്ഷപ്പെട്ടു എന്നാണ്. അങ്ങനൊരു സ്ഥാപനം എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല? അല്ലെങ്കിൽ അങ്ങനൊരു ഏരിയ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തുണ്ടാകുന്നില്ല, കേരളത്തിലുണ്ടാകുന്നില്ല? TR ഷംസുദ്ദീൻ ഒരു കേസ് സ്റ്റഡി തന്നെ നടത്തിയിട്ട് അദ്ദേഹം ആ മോഡൽ ഒരു സ്ഥാപനം നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചു. ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പേരാണ് മെൻറ്റർ കോളേജ് മോഡൽ. ഇവിടെ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ബോറൻ ലെക്ചറുകളില്ല. ഒരു ദിവസത്തിൻ്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ലെക്ചറുകളല്ല. കാണാതെ പഠിക്കുന്ന പ്രോഗ്രാമുകൾ അതേപടി ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2-3 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ലാബ് ഫെസിലിറ്റി അല്ല, മെൻറ്ററിംഗ് ആണ്. മെൻറ്റർ ചെയ്യുന്നത് സാധാരണ പ്രൊഫസേഴ്സ് അല്ല. പ്രൊഫസേഴ്സിന് ചില പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ഇൻഡസ്ട്രിയലായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. വിദ്യാർത്ഥികളെ പഠിപ്പിച്ചും സ്വയം പഠിച്ചുമുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഇൻഡസ്ട്രിയിൽ ശരിക്കും എന്താണ് നടക്കുന്നതെന്നോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ സെറ്റുകൾ എന്താണെന്നോ അറിയുന്നതിൽ പ്രൊഫസേഴ്സിന് ഒരുപാട് ന്യൂനതകളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊഫസേഴ്സിന് അപ്പുറമായി ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന, ഒരു ഇൻഡസ്ട്രി സ്വന്തമായിട്ട് ആരംഭിച്ചിട്ടുള്ള, ഇൻഡസ്ട്രിയിലെ ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് മെൻറ്റേഴ്സാക്കി മാറ്റി. ഒരു ദിവസം മുഴുവനും മെൻറ്റേഴ്സിൻ്റെ അണ്ടറിൽ പരിശീലനം നടത്തുകയല്ല ചെയ്യുന്നത്. രാവിലെ മുതൽ ഉച്ച വരെ ക്ലാസ് മുറികളിലാണ് സാധാരണഗതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും അറ്റൻഡ് ചെയ്യുക. എന്നാൽ ഉച്ച കഴിഞ്ഞ് പിന്നീട് വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ അവർ ചെലവിടുന്നത് അവരുടെ മെൻറ്റേഴ്സിനോടൊപ്പമാണ്. ആ മെൻറ്റേഴ്സിൻ്റെ കമ്പനികൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യാനായിരിക്കും ഈ വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നത്. ആദ്യ ദിവസം തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ആയിട്ട് ജോയിൻ ചെയ്യുന്ന സമയം തന്നെ അവർക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല. നിലവിലുള്ള പല പ്രശ്നങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ടായിരിക്കും അവർ ആദ്യ കാലങ്ങൾ ശ്രമിക്കുക. അതിനുശേഷം അവർക്ക് ഓരോരോ ചെറിയ ചെറിയ അസൈൻമെൻറ്റ്സ് കൊടുക്കും. ആ അസൈൻമെൻറ്റുകൾ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യും. അവരുടെ പുരോഗതി അനുസരിച്ച് അവർക്ക് പുതിയ പുതിയ പ്രോബ്ലംസ് കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള, ഒരു ഇൻഡസ്ട്രിയിലെ പ്രോബ്ലം
നന്നായി സോൾവ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള വിദ്യാർത്ഥികളെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എൻജിനീയറിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അവർക്ക് എന്ത് വേണമെങ്കിലും റെഫർ ചെയ്യാം, മറ്റാരോടെങ്കിലും സംശയം ചോദിക്കാം, എന്തെങ്കിലും ബുക്കുകൾ എടുത്ത് വായിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂട്ടോറിയൽ അറ്റൻഡ് ചെയ്യാം. പക്ഷേ നമ്മുടെ കോളേജുകൾ ഒരു അസൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്കൊരു എക്സാം കൊടുത്തു കഴിഞ്ഞാൽ, ആ എക്സാം അവർ തന്നെ മനഃപ്പാഠമാക്കിയിട്ട് വേണം ചെയ്യാൻ. അതുമല്ലെങ്കിൽ അവരെവിടുന്നെങ്കിലും ഒരു പ്രോഗ്രാം എടുത്തിട്ട് ആ പ്രോഗ്രാം അതേപടി എൻ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കും, അതേപടി നോക്കി എൻ്റർ ചെയ്യും. പക്ഷേ ഒരു പ്രോബ്ലം, അതായത് ഇൻഡസ്ട്രി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലത്തെ നമുക്ക് എവിടെ നിന്നെങ്കിലും നോക്കിയെടുത്തിട്ട് അതേപടി പകർത്തി എഴുതാനായിട്ട് സാധിക്കില്ല. ആ പ്രോബ്ലത്തെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കോഡിൽ അല്ലെങ്കിൽ ആ മെഷീനിൽ വരുത്തേണ്ടതെന്ന് മനസ്സിലാക്കും. ആ മനസ്സിലാക്കൽ തന്നെയാണ് ഇവിടുത്തെ സ്കിൽ ഡെവലപ്മെൻറ്റ്. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് വേണമെങ്കിൽ AI ടൂളുകൾ ഉപയോഗിക്കാം. മുൻപ് ആരെങ്കിലും ചെയ്തിട്ടുള്ള കോഡുകളോ അല്ലെങ്കിൽ അതിൻ്റെ ബ്ലൂ പ്രിൻറ്റുകളോ ഒക്കെ പരിശോധിക്കാം, പുസ്തകങ്ങൾ തുറന്ന് വായിക്കാം. അങ്ങനെ പഠിച്ചുകൊണ്ട് തന്നെ അവർക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അവരെ മോട്ടിവേറ്റ് ചെയ്യാനായി അടിക്കടി ഹാക്കത്തോണുകൾ നടത്തും. ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് നല്ല ക്യാഷ് പ്രൈസും കൊടുക്കും. ആ ക്യാഷ് പ്രൈസ് നിരന്തരം മേടിക്കാനായി അവർ തുടർച്ചയായിട്ട് പരിശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. 5 ദിവസമാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 50-50 എന്ന രീതിയിൽ പരിശീലനം കൊടുക്കുന്നത്. 50% ക്ലാസ് മുറികളിൽ, 50% കമ്പനികളിൽ. ആ 5 ദിവസം കഴിഞ്ഞ് 6-ാം ദിവസം അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു പ്രോബ്ലം അവർക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് കൊടുക്കും. ആ ദിവസം മുഴുവനും അവർക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആ പ്രോബ്ലം ഒരുപക്ഷെ അവർക്ക് ആ ദിവസം സോൾവ് ചെയ്യാൻ സാധിച്ചില്ലെന്ന് വരാം. പക്ഷേ സോൾവ് ചെയ്യാനായിട്ട് അവർ നിരന്തരം ശ്രമിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നിരന്തരം പഠിക്കുകയും ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ എക്സ്പീരിയൻസ് വർദ്ധിക്കുകയാണ്. കുറേ നാൾ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലായിരിക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും ആ പ്രോബ്ലം ആ ദിവസം തന്നെ അവരെ കൊണ്ട് സോൾവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകളെയല്ലേ ശരിക്കും ഓരോ കമ്പനികൾക്കും ആവശ്യമായിട്ടുള്ളത്. ഇത്തരം സ്കില്ലുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഒരുപക്ഷെ മറ്റൊരു കമ്പനിയിൽ പോയി ജോലി ചെയ്യേണ്ട ഒരു ആവശ്യം പോലും ഉണ്ടാകില്ല. അവർക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടൊരു കമ്പനി തന്നെ ആരംഭിക്കാം. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവർ കമ്പനികളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു സൊല്യൂഷൻ ഉണ്ടാക്കി ആ സൊല്യൂഷൻ വേണമെങ്കിൽ ഒരു പ്രോഡക്റ്റായിട്ട് അവർക്ക് വിപണിയിലിറക്കാം, കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കും. സിലബസിൽ പറയുന്ന പുസ്തകം അതേപടി മനഃപ്പാഠമാക്കി എക്സാമിന് കുറേ മാർക്ക് വാങ്ങിയതുകൊണ്ട് നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ ഒരു വർഷം 24 ലക്ഷം മുതൽ 48 ലക്ഷം വരെയുള്ള സാലറി പാക്കേജുകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അത് കിട്ടണമെങ്കിൽ നിങ്ങളുടെ പക്കൽ സ്കില്ലുണ്ടായിരിക്കണം. സിലബസിന് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കണം. ഓരോ സെമസ്റ്ററിലും ഓരോ മാസവും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കണം. ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകളും എന്നെ ചോദ്യം ചെയ്യുമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞ അധ്യാപകരുടെ കൂട്ടത്തിൽ ഞാനും ഒരു അധ്യാപകനായിട്ട് തന്നെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെയും ഒരു പോരായ്മയല്ലേ? പോരായ്മകൾ നിരന്തരമായിട്ട് തിരിച്ചറിയാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു അസൈൻമെൻറ്റ് കൊടുക്കുന്നത് ചുമ്മാ എവിടെയെങ്കിലും നോക്കി എഴുതിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടല്ല. മുൻകാലങ്ങളിൽ ഞാൻ അത്തരത്തിലുള്ള അസൈൻമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് അല്ലെങ്കിൽ കുറച്ച് കാലമായി ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റിന് അസൈൻമെൻറ്റായിട്ട് കൊടുത്തത് എവിടെ നിന്നെങ്കിലും പകർത്തി എഴുതാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബേസിക് പേപ്പറാണ്. അവിടെ ഞാൻ അസൈൻമെൻറ്റ് കൊടുത്തത് സ്വന്തമായിട്ട് ഒരു മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആരോടും ഒരു റിസർച്ച് പ്രോബ്ലവും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് തോന്നുന്ന എന്ത് പ്രോബ്ലവും ഞാൻ പറഞ്ഞ 2 മാർഗങ്ങളിലൂടെ അവർക്ക് അഡ്രസ്സ് ചെയ്യാം. ആ പ്രോബ്ലം അവർക്ക് കണ്ടെത്താം. ഒരുപക്ഷെ അവർക്ക് പേഴ്സണലി നേരിടുന്ന എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം. അതുമല്ലെങ്കിൽ അവർ ChatGPTയിലോ അല്ലെങ്കിൽ ജെമിനിയിലോ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി എടുക്കുന്ന പ്രോബ്ലം ആയിരിക്കാം. ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഫുൾ എന്തെങ്കിലും കാണാതെ പഠിച്ച് അതേപടി ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ChatGPT യൂസ് ചെയ്യാം, ജെമിനി യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, എവിടെ നോക്കി വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അവരുടെ മുൻപിലുള്ള പ്രോബ്ലം അവർക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കണം. ഞാൻ പറഞ്ഞതുപോലുള്ള മെട്രിക്കുകൾ അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കണം. അത് സാധിച്ചതിന് ശേഷം അവരുണ്ടാക്കുന്ന കോഡ് അവർക്ക് ഗിറ്റ്ഹബിൽ അവരുടെ പ്രൊഫൈലായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. പിന്നീട് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഈ സ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആകും. അതുകൂടാതെ ഈ ഗിറ്റ്ഹബിലുള്ള അവർ മുൻപ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് വർക്കുകളും അവർക്ക് ബെനിഫിഷ്യൽ ആകും. ഇത്തരത്തിൽ പ്രാക്ടിക്കലായിട്ടുള്ള ഓരോ പ്രോബ്ലംസും വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ സാധിക്കണം.
അങ്ങനെ വിദ്യാർത്ഥികൾ നിരന്തരമായി ചെയ്യാൻ ശ്രമിക്കുകയും അത് പരാജയപ്പെടുകയും ആ പരാജയങ്ങൾ തിരുത്തുകയും വീണ്ടും വീണ്ടും പുതുതായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ അല്ലെങ്കിൽ 4 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും അവർ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ഏറ്റവും മികച്ച എൻജിനീയേഴ്സായിട്ട് മാറും. അല്ലാതെ വർഷത്തിൽ ഒരു വട്ടം ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ 4 വർഷത്തിന് ശേഷം ഒരു പ്രൊജക്റ്റ് ചെയ്ത് ഡിഗ്രി കോഴ്സ് അവസാനിപ്പിച്ചതുകൊണ്ടോ ഒരു കാര്യവുമില്ല. നിരന്തരമായി ഓരോ പ്രോബ്ലവും അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നോക്കി ആ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. ChatGPT ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.